കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേ നിർമ്മാണം അന്തിമഘട്ടത്തിൽ 2.72 കിലോമീറ്റർ എലിവേറ്റഡ് ഹൈവേയുടെ 90% നിർമ്മാണവും പൂർത്തിയായി. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ എലിവേറ്റഡ് ഹൈവേ എന്ന പ്രത്യേകതയുമുണ്ട്. നവംബർ 15-ന് മുൻപ് ഗതാഗതത്തിന് തുറന്നു നൽകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു. ഉമേഷ് ബാലകൃഷ്ണന്റെ റിപ്പോർട്ട്. നാഷണൽ ഹൈവേയുടെ ഭാഗമായ കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേ കേരളത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമുള്ള എലിവേറ്റഡ് ഹൈവേ എന്നുള്ള പ്രത്യേകതയുമുണ്ട്. എന്തായാലും 90% നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. ഈ നവംബറോടുകൂടി ഗതാഗതം ആരംഭിക്കാനാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഗതാഗത വകുപ്പ് പങ്കുവെക്കുന്നത്. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും നാഷണൽ ഹൈവേ അതോറിറ്റി അധികൃതരും സ്ഥലത്തെത്തി നിർമ്മാണ പുരോഗതിയെല്ലാം വിലയിരുത്തി. നവംബർ 1-ന് ഇത് ആദ്യം തുറന്നു നൽകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ ചില ജോലികൾ കൂടി ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നവംബർ 15 വരെ ഇപ്പോൾ തുറന്നു കൊടുക്കുന്നതിന്, അതായത് ഗതാഗതത്തിന് തുറന്നു കൊടുക്കുന്നതിന് സമയം നീട്ടി നൽകിയിരിക്കുന്നത്. എന്തായാലും നവംബർ 15ഓടുകൂടി ഗതാഗതത്തിന് തുറന്നു നൽകും. മറ്റ് ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങുകളൊന്നും ഉണ്ടാകില്ല എന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റിക്കാർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ബാക്കി 90% നിർമ്മാണവും പൂർത്തിയാക്കി. ലൈറ്റുകളുടെ അടക്കം പ്രവർത്തനം പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നവംബർ 15ഓടുകൂടി ഈ ഹൈവേയുടെ ഭാഗം, കഴക്കൂട്ടംകാരോട് ഹൈവേയുടെ ഭാഗമാണ് ഈ എലിവേറ്റഡ് ഹൈവേയും കൂടി. ഏകദേശം 200 കോടി രൂപ മുടക്കിയാണ് ഫ്ലൈ ഓവർ പൂർത്തിയാക്കിയിട്ടുള്ളത്. എന്തായാലും കേരളത്തിലെ ഏറ്റവും വലിയ ആകാശപാത ഒപ്പം 2 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്നുള്ള പ്രഖ്യാപനം ഉണ്ടായിരുന്നു. പക്ഷേ ഇഴഞ്ഞു നീങ്ങുകയാണ് ഉണ്ടായത്. എന്തായാലും 4 വർഷം എടുത്തു ഇത് പൂർത്തിയാക്കാൻ. അത് ഈ 4 വർഷവും കഴക്കൂട്ട നിവാസികൾ അനുഭവിച്ച യാത്രാക്ലേശം അത് വളരെ വലിയ യാത്രാക്ലേശമായിരുന്നു. എന്തായാലും അതിനൊരു പരിഹാരത്തിലേക്കാണ് നീങ്ങുന്നത്. 3 VUP also given by Government of Kerala, about 36 crore rupees there. That tender is already invited and bid under process. When we start the flyover VUP construction, then 50% lane will be closed during construction. And after completion of 50%, then we will construct other lane. റിവ്യൂ യോഗങ്ങൾ നടത്തുകയും സ്ഥലം സന്ദർശിക്കുകയും ദേശീയപാത അതോറിറ്റിയോട് ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവരുമായിട്ടുള്ള ചർച്ചയിൽ അവർ പറയുന്നത് നവംബർ 15-ന് ഇത് തുറന്നു കൊടുക്കാൻ വേണ്ടി പറ്റിയ ട്രാഫിക് ക്രമീകരണവും മറ്റു കാര്യങ്ങളും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ആ 15 ദിവസം കൂടി അനുവദിക്കാവുന്നതാണ്. കാരണം അവരത് മുഴുവനാകാതെ തുറന്നു എന്നുള്ളൊരു പ്രയാസത്തിലേക്ക് എത്തരുത്. ആ നിലയിൽ അവരുടെ അഭിപ്രായം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ മലയാളിയുടെ, പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയിൽ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സൗകര്യപ്രദമാകുന്ന നിലയിലേക്കുള്ള ഒരു പദ്ധതിയാണ് പൂർത്തീകരിക്കുന്നത്. അതിൻ്റെ ഈ എലിവേറ്റഡ് വേ ആണ് പൂർത്തീകരിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം.